പ്രാണനായി ഭാഗം 7. നീ ഇതാരെക്കുറിച്ച് അഭി പറയുന്നത്? ആരാ അവളെ? കാർത്തിയുടെ ശബ്ദത്തിൽ ഗൗരവം തെളിഞ്ഞു നിൽക്കുന്നു. റാമോ? അഭി ഞെട്ടലോടെ അറിയാതെ വിളിച്ചുപോയി അവൻ. എൻ്റെ അനിയനാണെങ്കിലും അവൻ്റെ സ്വഭാവം എന്താണെന്ന് എന്നേക്കാൾ നന്നായി നിനക്കറിയാമല്ലോ. ഒരിക്കൽ രാത്രി വൈകി വന്ന ഞാൻ കാണുന്നത് എനിക്ക് മുന്നിലേക്ക് സ്വന്തം മാനത്തിനു വേണ്ടി പിടഞ്ഞോടി വന്നവളെയായിരുന്നു. എൻ്റെ കാലിൽ വീണ് നിറഞ്ഞ കണ്ണുകളോടെ രക്ഷിക്കാൻ വേണ്ടി കൈകൂപ്പിയവളെയായിരുന്നു. പാവം വിറച്ചു പോയിരുന്നു. അന്നത്തെ അവളുടെ അവസ്ഥയോർത്ത് നിറഞ്ഞ കണ്ണുകളോടെ അഭി പറഞ്ഞതും കാർത്തിയുടെ മുഖം മുറുകി. ദേഷ്യത്തിൽ അവൻ്റെ പേശികൾ വരിഞ്ഞു മുറുകി. അവനുള്ളത് അന്ന് തന്നെ ഞാൻ കൊടുത്തു. അവൻ്റെ കൈയും കാലും ഒടിഞ്ഞത് എങ്ങനെയാണെന്നാ നീയൊക്കെ വിചാരിച്ചു വച്ചിരിക്കുന്നത്? അഭി പുച്ഛത്തോടെ ചോദിച്ചതും കാർത്തി അവനെ സംശയത്തോടെ നോക്കി. അവൻ പറഞ്ഞതുപോലെ ആക്സിഡൻ്റ് ഒന്നുമല്ല, ഞാൻ തന്നെ തല്ലി ഒടിച്ചതാ. ഇവിടെ എല്ലാവരോടും ആ കാര്യം കൂടി പറഞ്ഞാൽ അതുകൂടി ആ പെണ്ണിൻ്റെ തലയിലേക്കിടുമെന്ന് അറിയാവുന്നത് ഞാൻ മൗനം പാലിച്ചതാ. അതിനും ആ പെണ്ണ് തന്നെ കുറ്റവും പഴിയും കേൾക്കേണ്ടി വരും. അതുകൊണ്ടാ മറ്റാരും അറിയാതെ ഇങ്ങനെ ഒന്ന് കൊടുത്തത്. ഇതാവുമ്പോൾ നാണക്കേട് ഭയന്ന് അവനും പുറത്തു പറയില്ല. അല്ല, ഇനിയിപ്പോൾ പറഞ്ഞാലും അവളുടെ പേരിൽ തന്നെ കുറ്റം വയ്ക്കും ഇവിടെയുള്ളവർ. പുച്ഛത്തോടെ അഭി അതും പറഞ്ഞുകൊണ്ട് ബെഡിലേക്ക് വീണിരുന്നു. കൂടുതൽ കേൾക്കാനോ കാണാനോ താല്പര്യമില്ലാത്തതുപോലെ കാർത്തിയും അവൻ അരികിൽ തന്നെ മലർന്നു കിടന്നു. ഇതുകൊണ്ടൊക്കെയാ നീ അവളെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ സത്യത്തിൽ ഓരോന്നൊക്കെ പറയുന്നത്. സത്യത്തിൽ എനിക്ക് നിന്നെ കൊല്ലാനുള്ള ദേഷ്യം തോന്നിയിട്ടുണ്ട് അവളുടെ മുഖം ഓർക്കുമ്പോൾ, അവളുടെ ഈ ദയനീയാവസ്ഥ ഓർക്കുമ്പോൾ. എടാ, ഒരുപാട് അനുഭവിക്കുന്നുണ്ട് ആ പാവം ഈ തറവാട്ടിൽ കിടന്ന്. ഈ വീട്ടിൽ ഒരാളുടെ മുന്നിൽ പോലും തലയുയർത്തി നിൽക്കാൻ അതിന് പേടിയാ. ഒരു ദിവസം അതിന് കിട്ടുന്ന അടിയുടെ കണക്ക് ദയനീയമാണ്. എല്ലാം മിണ്ടാതെ നിന്ന് കൊള്ളും. ഇവിടെ നിന്ന് ഇറക്കി വിട്ടാൽ പോകാൻ വേറെ സ്ഥലമില്ലല്ലോ. അങ്ങനെയുള്ളവരെ കൊന്നാൽ പോലും ആരും ഒന്നും പറയില്ല, ചോദിക്കാൻ പോലും വരില്ല. പ്രത്യേകിച്ച് നീ. എല്ലാവരും കഴിച്ചതിൻ്റെ ബാക്കി മാത്രമാണ് അതിന് കിട്ടാറ്. അതും ഇവിടുത്തെ നിയമം തന്നെയാണ്. പക്ഷേ അതുപോലും അപ്പച്ചിയും ബാക്കിയുള്ളവരും കുടിക്കില്ല. ചില സമയം ആവശ്യത്തിൽ കൂടുതൽ ആഹാരം വിളമ്പും. എന്നിട്ട് അത് കുഴച്ചിട്ട് എഴുന്നേറ്റ് പോകും. ആ ഭക്ഷണം കൂടി ശ്രീനന്ദ കഴിച്ച ചിലപ്പോൾ അവൾ അങ്ങോട്ട് നന്നായി പോയാലോ എന്ന് കരുതിയാവും. കഷ്ടം തന്നെ ഇവിടെയുള്ളവരുടെ കാര്യം. എന്നിട്ടോ അതും മതിയാവാതെ ബാക്കി വരുന്ന ആഹാരം പശുക്കളുടെ കാടിവെള്ളത്തിൽ കൊണ്ടുപോയി ഇടുന്നത് പലവട്ടം ഞാൻ കണ്ടിട്ടുള്ളതാ. എന്തിന്? അവളും കണ്ടിട്ടുണ്ട്. പക്ഷേ എല്ലാം നോക്കി നിറഞ്ഞ കണ്ണുകളോടെ ചുണ്ടിൽ പുഞ്ചിരി വരുത്തിച്ച് നിൽക്കാൻ മാത്രമേ അതിനും അറിയുള്ളൂ. അപ്പോഴും എൻ്റെ നിസ്സഹായ അവസ്ഥ. ഒന്നും ചെയ്യാനാകാതെ നിൽക്കാൻ മാത്രമേ എനിക്കും കഴിഞ്ഞിട്ടുള്ളൂ. ഒരേ ഒരു വട്ടം ആ പെണ്ണിനു വേണ്ടി നീ ഇവിടെ ശബ്ദം ഒരല്പം ഉയർത്തിയിരുന്നുവെങ്കിൽ അതിന് ഇത്രയ്ക്കൊന്നും അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു കാർത്തി. ദേഷ്യത്തിൽ അഭി പറഞ്ഞതും തിരികെ മറുപടി പറയാനൊന്നുമില്ലാതെ കാർത്തിയിരുന്നു. കുറ്റബോധം അവനെ ആഴത്തിൽ കാർന്നു തുടങ്ങിയിരുന്നു. പക്ഷേ അവൻ അവൾക്ക് നേരെ തിരിഞ്ഞ അന്ന് മുതൽ അവളുടെ പുറകെ എൻ്റെ കണ്ണുണ്ട്. അത് നിന്റെ ഭാര്യയാണെന്നുള്ള പരിഗണനയിലൊന്നുമല്ല, എൻ്റെ സ്വന്തം പെങ്ങളാണെന്നുള്ള പരിഗണന. അതിലേറെ അവൾ ഒരു പെണ്ണാണെന്നുള്ളതുകൊണ്ട്. അഭി, ഞാൻ കുറ്റബോധവും മാപ്പുപറച്ചിലും ഒക്കെ ആണെങ്കിൽ ആ പെണ്ണിൻ്റെ അടുത്തേക്ക് ചെല്ല്. അല്ലാതെ എന്നോട് ഇവിടെ കിടന്നു പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യവുമില്ല. നിന്റെ താലി കഴുത്തി കിടക്കുന്ന അന്ന് വരെ ആ പെണ്ണിന് അതൊരു കുടുക്ക് മാത്രമാണ്. അതെങ്കിലും മനസ്സിലാക്ക് നീ. ഒന്നുകിൽ നീയായി തന്നെ അതിൽ നിന്നും അവൾക്ക് മോചനം നൽകണം, അല്ലെങ്കിൽ അവൾക്ക് സംരക്ഷണം നൽകി കൂടെ കൂട്ടണം. ഏതു വേണമെന്ന് നിനക്കു തന്നെ തീരുമാനിക്കാം. അതാണ് അവളോട് നിനക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യം. പിന്നെ അവളെ ഇവിടെ തന്നെ താമസിപ്പിക്കാനാണെങ്കിൽ അതിലും നല്ലത് അതിനെ അങ്ങോട്ട് കൊന്നുകളയുന്നതാണ്. ഇനി ഞാൻ പറഞ്ഞത് നിനക്ക് വിശ്വാസമായില്ലെങ്കിൽ ഇന്നൊരു ദിവസം മുഴുവൻ നീ അവളെ ശ്രദ്ധിച്ചു നോക്ക്. അവളുടെ ചുറ്റും നടക്കുന്നത് എന്തൊക്കെയാണെന്ന് ഒന്ന് കണ്ടു നോക്ക്. അപ്പോൾ അറിയാം നീ പറഞ്ഞ രാജകുമാരി എങ്ങനെയാണ് ഈ ദിവസം കഴിഞ്ഞു പോകുന്നതെന്ന്. ഇതിലും കഠിനമായ ദിവസങ്ങൾ അവൾക്കുണ്ടായിട്ടുണ്ട്. കൂടുതലൊന്നും പറയാനില്ലാതെ അഭി തൻ്റെ മുഖം തിരിച്ചു. ഇനിയും ഒന്നും കേൾക്കാനില്ലാതെ കാർത്തി പതിയെ ബെഡിൽ നിന്നും എഴുന്നേറ്റ് അവിടെ നിന്നും ഇറങ്ങി പുറത്തേക്ക് നടന്നു. തൻ്റെ മുറിയിലേക്ക് ചലിക്കാൻ തുടങ്ങിയ കാലുകളെ തടഞ്ഞു നിർത്തി അവൻ ഹാളിലെ നടുമുറ്റത്തേക്ക് നടന്നു. അഭി പറഞ്ഞതുപോലെ ശ്രീനന്ദയുടെ ഇന്നത്തെ ഒരു ദിവസം അതെങ്ങനെയാണെന്ന് നേരിൽ കണ്ടു തന്നെ ഉറപ്പിക്കണമെന്ന് അവൻ മനസ്സിൽ തീരുമാനിച്ചു. ഈ സമയം അടുക്കളയിൽ തിരക്കിട്ട പണിയിലായിരുന്നു ശ്രീ. എടി, കൊച്ചമ്മേ, എല്ലാവർക്കുള്ള ചായ എടുത്തോ നീ, അതോ അതും വൈകിയോ? ജാനു അവൾ കരികിലേക്ക് വന്നു നിന്നുകൊണ്ട് ചോദിച്ചതും വേഗം തന്നെ ചായ എടുത്തു വച്ചിരിക്കുന്ന ട്രേ അവൾ കയ്യിലെടുത്തു. വേഗം ചെന്ന് കൊണ്ടുപോയി കൊടുക്കാൻ നോക്ക്. എല്ലാവർക്കും പാകത്തിലുള്ളതാണല്ലോ അല്ലേ എടുത്തിരിക്കുന്നത്? അതെ, എല്ലാവർക്കും ഉള്ളത് എടുത്തിട്ടുണ്ട്. എങ്കിൽ ചെല്ല്,
ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. സൂക്ഷ്മതയോടെയും അച്ചടക്കത്തോടെയും എല്ലാവർക്കും ഉള്ളത് കയ്യിലെടുത്ത് കൊടുക്കുക തന്നെ വേണം. മനസ്സിലാകുന്നുണ്ടല്ലോ നിനക്ക്? ഊവ്. പതിവ് പോലെ വലിയ ആള് ചമയുകയാണ് ജാനു ശ്രീക്ക് മുന്നിൽ. എല്ലാം എന്നും കേൾക്കുന്നതാണെങ്കിലും തല കുനിച്ചു നിന്ന അവരുടെ വാക്കുകളൊക്കെ അനുസരണയോടെ കേട്ടു നിന്നവൾ പതിയെ തല കുലുക്കി. അതുതന്നെയായിരുന്നു ജാനുവിനും വേണ്ടിയിരുന്നത്. തന്നെ അനുസരിക്കുന്ന തറവാട്ടിലെ മൂത്ത കൊച്ചുമകന്റെ ഭാര്യ. അതിൽ കൂടുതൽ എന്താണ് അഹങ്കാരിയും പൊങ്ങച്ചക്കാരിയുമായ ജാനുവിന് കിട്ടാനുള്ളത്? ഹാളിലിരിക്കുകയാണെങ്കിലും അടുക്കളയിൽ നിന്നുള്ള ശബ്ദത്തിലേക്കായിരുന്നു കാർത്തിയുടെ ശ്രദ്ധ മുഴുവൻ. അതുകൊണ്ട് ജാനുവിൻ്റെ സംസാരവും അവളുടെ പതുങ്ങിയുള്ള സംസാരവും എല്ലാം അവൻ നല്ല വ്യക്തമായി കേൾക്കുന്നുണ്ടായിരുന്നു. എന്നാൽ പതിവില്ലാതെ ഹാളിലിരിക്കുന്ന കാർത്തിയെ കണ്ടതും ബാക്കിയുള്ളവരുടെ മുഖത്ത് സംശയവും അത്ഭുതവും ഒരുപോലെ നിറഞ്ഞു. എല്ലാവരും കഴിച്ചു കഴിഞ്ഞ് മാത്രം താഴേക്ക് വരുന്നവൻ, ഇനി ആരെയെങ്കിലും കണ്ടാൽ തന്നെ അവരുടെ മുഖത്ത് പോലും നോക്കാതെ എഴുന്നേറ്റ് പോകുന്നവനാണ് ഇന്ന് ഇവിടെ ഹാളിൽ വന്നിരിക്കുന്നത്. ആ കാരണം കൊണ്ട് തന്നെ അവർക്കത് പുതുമയുള്ള കാഴ്ച തന്നെയായിരുന്നു. കാർത്തിക്ക് എന്തൊക്കെയോ മാറ്റം വന്നു തുടങ്ങി എന്ന ചിന്ത, അവൻ തങ്ങളെ മനസ്സിലാക്കി തുടങ്ങി എന്ന ചിന്ത. എൻ്റെ കുട്ടി. ഹാളിലിരിക്കുന്ന കാർത്തിയെ കണ്ടതും അത്രയേറെ വാത്സല്യത്തോടെ സ്വയം ഉരുവിട്ടുകൊണ്ട് വൈഗാമിയും ശങ്കരനാരായണനും അവനെതിരെയുള്ള സോഫയിലേക്ക് വന്നിരുന്നു. ഇരുവരുടെയും മുഖത്ത് വാത്സല്യം മാത്രമായിരുന്നു നിറഞ്ഞു നിന്നിരുന്നത്. ഒരുപാട് നാളുകൾ കൂടി അവനെ ഇത്ര അടുത്തു കാണുന്നത് കൊണ്ട് തന്നെ ഇരുവരും കണ്ണിമ ചിമ്മാതെ അവനെ നോക്കിയിരുന്നു. എന്നാൽ ആ കണ്ണുകളിൽ തെളിയുന്ന വാത്സല്യത്തോടു പോലും കാർത്തിക്ക് പുച്ഛമായിരുന്നു. ഒന്നും കേൾക്കുകയോ കാണുകയോ മുന്നിലിരിക്കുന്നവരെ ഒന്ന് ശ്രദ്ധിക്കുകയോ ചെയ്യാതെ തൻ്റെ ഫോണിലേക്ക് തന്നെ ശ്രദ്ധ പതിപ്പിച്ചിരുന്നു അവൻ. അല്ലെങ്കിൽ അങ്ങനെ ആണെന്ന് അഭിനയിച്ചു. എന്നാൽ ആ കൂടെ തന്നെ എല്ലാവർക്കുമുള്ള ചായയുമായി വിറച്ചു വിറച്ചു വരുന്നവളിലേക്കും അവൻ്റെ കണ്ണുകൾ പലപ്പോഴായി വീഴുന്നുണ്ടായിരുന്നു. തങ്ങളെ നോക്കുക പോലും ചെയ്യാതെ ഇരിക്കുന്നവനെ കണ്ടതും അവർ ഇരുവരുടെയും മുഖത്ത് സങ്കടം നിറഞ്ഞു. ഒരു വാക്കെങ്കിലും അവൻ തങ്ങളോട് മിണ്ടിക്കാണണമെന്ന് അവർ അതിയായി ആഗ്രഹിച്ചു. മോനെ നീ. അവർ എന്തോ പറയാൻ തുടങ്ങിയ അതേ സമയം തന്നെയായിരുന്നു ശ്രീ ചായയുമായി അങ്ങോട്ട് വന്നത്. തല കുനിച്ചു പിടിച്ച് ഓരോ അടിയും ശ്രദ്ധയോടെയാണ് അവൾ നടക്കുന്നത്. ചെറിയൊരു പാളിച്ച ഉണ്ടായാൽ അതിന് ലഭിക്കുന്ന ശിക്ഷ അതികഠിനമായിരിക്കുമെന്ന് അവൾക്ക് നല്ലതുപോലെ അറിയാം. തനിക്കാവുന്നതിനേക്കാൾ കൂടുതൽ ഭാരം താങ്ങുന്നതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടും അവൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കാർത്തി അവിടെ ഇരിക്കുന്നത് അവൾ അറിഞ്ഞിരുന്നില്ല. കയ്യിലിരിക്കുന്ന ചായ യാതൊരു കുറ്റവും കൂടാതെ എല്ലാവർക്കും കൊടുത്തു തീർക്കണമെന്നും ഇവിടെ നിന്നും എത്രയും വേഗം നടന്നകലണം എന്നുമായിരുന്നു ആ പെണ്ണ് അപ്പോൾ ചിന്തിച്ചത്. അതുകൊണ്ട് തന്നെ അവനെ ശ്രദ്ധിക്കാനോ അവൻ എന്ന വ്യക്തിയെ കാണുകയോ ചെയ്തില്ല അവൾ. അത് അവനും മനസ്സിലാകുന്നുണ്ടായിരുന്നു. മുന്നിലേക്ക് വരുന്ന സ്ത്രീയെ കണ്ടതും വൈഗാമിയുടെയും ശങ്കരനാരായണൻ്റെയും മുഖത്ത് ഒരുപോലെ നീരസം നിറഞ്ഞു, ഒപ്പം ദേഷ്യവും. ഈ സമയം കാർത്തിയുടെ മുന്നിലേക്ക് അവൾ വന്നത് മനഃപൂർവ്വമാണെന്ന് അവർ ചിന്തിച്ചു കൂട്ടി. തൻ്റെ കൊച്ചുമകനെ വളച്ചെടുക്കാൻ അപ്പോഴും അവൾ കഠിനമായി പരിശ്രമിക്കുന്നു എന്നൊരു ചിന്ത കൂടി മനസ്സിലേക്ക് വന്നതും അത്ര നേരം വാത്സല്യം നിറഞ്ഞു നിന്നിരുന്ന മുഖത്ത് മുന്നിൽ നിൽക്കുന്ന പെണ്ണിനോടുള്ള വല്ലാത്തൊരു പക തെളിഞ്ഞു വന്നു. ഫോണിൽ നോക്കിയിരിക്കുകയായിരുന്നുവെങ്കിലും ഓരോരുത്തരുടെയും ഭാവം അവൻ ശ്രദ്ധിച്ചിരുന്നു. ഇനി എന്താണ് നടക്കാൻ പോകുന്നത് എന്നറിയാൻ എന്ന പോലെ ആരെയും തല ഉയർത്തി നോക്കാതെ, എന്നാൽ ചുറ്റിനുള്ളതെല്ലാം അറിഞ്ഞും കേട്ടും അവൻ അങ്ങനെ തന്നെയിരുന്നു. തുടരും. പ്രാണനായുടെ അടുത്തൊരു ഭാഗവുമായി ഉടനെ വരുന്നതാണ് എന്ന് നിങ്ങളുടെ